നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചലച്ചിത്ര അക്കാദമി സ്ഥാനം രാജിവെച്ചെങ്കിലും രഞ്ജിത്തിന് ആശ്വാസം. ബംഗാൾ നടി ശ്രീലേഖ മിത്രയെ അപമാനിച്ച കേസിൽ രഞ്ജിത്തിന് കേസിനെ നേരിടേണ്ടി വരില്ല. രഞ്ജിത്തിനെതിരെ നടി പരാതി നൽകില്ല. രഞ്ജിത്തിനെ പാഠം പഠിപ്പിച്ച നടി ഇനി നിയമ പോരാട്ടത്തിനില്ല. ആദ്യമേ രഞ്ജിത്തിൽ നിന്നൊരു മാപ്പ് മാത്രം ആവശ്യപ്പെട്ടാണ് പ്രശ്നം പൊതുസമൂഹത്തിൽ ഉയർത്തിയത്. രഞ്ജിത്തിന്റെ രാജിയോടെ തന്നെ അർഹിക്കുന്ന ശിക്ഷ കിട്ടിയെന്നാണ് നടിയുടെ വിലയിരുത്തൽ. പൊതുസമൂഹത്തിൽ രഞ്ജിത്തിനെ തുറന്നു കാട്ടാനായതിന്റെ സന്തോഷത്തിലാണ് നടി. കേരളത്തിലേക്ക് പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാനാണ് എത്തിയത്. സ്വന്തം പണം മുടക്കിയാണ് വന്നത്. രഞ്ജിത്തിന്റെ മോശം പെരുമാറ്റം കാരണമുണ്ടായ ഏക നഷ്ടം ആ സാമ്പത്തികം മാത്രമാണ്. എന്നെ രഞ്ജിത്ത് പീഡിപ്പിച്ചിട്ടില്ല. എന്റെ ശരീരത്തിൽ അദ്ദേഹം തൊട്ടു. അതെനിക്ക് പിടിച്ചില്ല. മറ്റുള്ളവർക്ക് അത് പ്രശ്നമായേക്കാം. അത് കാരണം എനിക്ക് മാനസിക ബുദ്ധിമുട്ടുണ്ടായി. ഈ സാഹചര്യത്തെയാണ് വൈകിയെങ്കിലും തുറന്നു കാട്ടിയത്. ഇനി രഞ്ജിത്തിനെതിരെ നിയമ നടപടിക്കില്ല. തന്നെ സമീപിച്ചത് മോശം ഉദ്ദേശത്തോടെയാണ്. എന്നാൽ അതൊന്നും നടക്കാത്തത് കൊണ്ട് തന്നെ കേസ് കൊടുക്കുന്നതിൽ കാര്യമില്ല. തന്റെ ശരീരത്തിൽ തൊട്ടതിലെ മോശം ആംഗിൾ തെളിയുക അത്ര എളുപ്പവുമാകില്ലെന്നും നടി പറഞ്ഞു. തന്റെ വീട് പുലരണമെങ്കിൽ കേസിന് പോകുന്നത് പ്രശ്നമാകുമെന്ന ചർച്ചയാണ് നടി ഉയർത്തുന്നത്. ഫലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള ഏറെ അടുപ്പമുള്ള രഞ്ജിത്തിനെതിരെ കേസെടുക്കാതെ പോലീസിന് ഈ വിവാദം അവസാനിപ്പിക്കാം. ഈ സാഹചര്യം തിരിച്ചറിഞ്ഞാണ് രഞ്ജിത്തിൽ നിന്നും സർക്കാർ രാജി വാങ്ങിയതും അംഗീകരിച്ചതും. ഇന്നലെ ഉച്ചയോടെ തന്നെ രഞ്ജിത്ത് രാജി സന്നദ്ധത അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെയാണ് രാജി മെയിലിൽ അയച്ചത്. ഇത് അംഗീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാനും അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അനുമതി കിട്ടിയ ശേഷം രഞ്ജിത്ത് രാജി മെയിൽ ചെയ്തു. മുഖ്യമന്ത്രിയുടെ അതിവിശ്വസ്തനെന്ന രാജ്യസന്നദ്ധ അറിയിച്ച ശേഷമാണ് കാറിലെ ചെയർമാൻ ബോർഡ് രഞ്ജിത്ത് മാറ്റിയത്. ഒരു രഞ്ജിത്ത് മാത്രമല്ല ഉള്ളത്, നിരവധി പേരുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. എല്ലാം പുറത്തു വരട്ടെ എന്നും ശ്രീലേഖ മിത്ര പ്രതികരിച്ചു. ഒടുവിൽ രഞ്ജിത്ത് സമ്മതിച്ചുവെന്നും ശ്രീലേഖ മിത്ര കൂട്ടിച്ചേർത്തു. നിരവധി പേർക്ക് ലൈംഗിക പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇത് ബംഗാളി, ബോളിവുഡ് തുടങ്ങിയ എല്ലായിടത്തുമുണ്ട്. ഞാൻ മനുഷ്യർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത്. ഒരു സ്ത്രീ പുരുഷനെ ആക്രമിച്ചാൽ പുരുഷനൊപ്പം നിൽക്കുമെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. ഇനിയെങ്കിലും സ്ത്രീകൾ സ്വന്തം ശക്തി തിരിച്ചറിയണമെന്നും അവർ കൂട്ടിച്ചേർത്തു. താനായിട്ട് പരാതി നൽകില്ലെന്നും കേരള പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും ശ്രീലേഖ മിത്ര പ്രതികരിച്ചു. 2009-10 കാലഘട്ടത്തിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്യം സിനിമയിൽ അഭിനയിക്കാൻ എത്തിയപ്പോൾ സംവിധായകൻ മോശമായി പെരുമാറിയെന്നാണ് ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത്. ഒരു രാത്രി മുഴുവൻ ഹോട്ടലിൽ കഴിഞ്ഞത് പേടിച്ചാണെന്നും ശ്രീലേഖ മിത്ര പറഞ്ഞു. സംഭവത്തിൽ പരാതി അറിയിച്ചിരുന്നു. പരാതി പറഞ്ഞത് ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോടാണ്. എന്നാൽ ആരും പിന്നീട് തന്നെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും നടി പറയുന്നു. പാലേരി മാണിക്യം സിനിമയിലെ മറ്റു മലയാള സിനിമകളിലും പിന്നീട് തനിക്ക് അവസരം കിട്ടിയില്ല. തന്നോടുള്ള മോശം പെരുമാറ്റം എതിർത്തത് കൊണ്ട് മാത്രമാണ് അവസരം നിഷേധിച്ചതെന്ന് ശ്രീലേഖ മിത്ര പറയുന്നു.